അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നേർപ്പദം വാരികയിൽ വി സമീർ വടകര എഴുതിയ അഭിമാനം അമൂല്യമാണ് എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളിതിൻ്റെ ആദ്യാവസാനം വരെ പൂർണ്ണമായി കേൾക്കണമെന്ന് ഉണർത്തുകയാണ്. ഏതൊരു മനുഷ്യനും അവൻ്റെ അഭിമാനവും അന്തസ്സും വലുതാണ്. അതിന് ക്ഷതമേൽക്കുക എന്നത് അവന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. തെറ്റുകൾ ചെയ്താലും ഇല്ലെങ്കിലും അഭിമാനത്തിന് പോറലേൽക്കുന്ന ഒന്നും തന്നെ ആരും ആഗ്രഹിക്കുകയില്ല. എന്നാൽ മറ്റുള്ളവരുടെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും ആദരിക്കാൻ പലരും മടി കാണിക്കുന്ന കാലത്താണിത് എന്നത് സമകാലിക സാഹചര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വിളിച്ചുവരുത്തി അപമാനിക്കുകയും മാനസികമായി വേദനിപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്ത സംഭവങ്ങൾ നാം അറിയുന്നു. നീതിനിഷ്ഠയിലും നിയമനടത്തിപ്പിലും നിതാന്ത ജാഗ്രത പുലർത്തിയിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അപരാധികൾ അത്യധികം ഭയപ്പെട്ടു. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ ചൊയ്ന്ന് അന്വേഷിക്കുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഒരിക്കൽ സുഹൃത്തുക്കളിൽ ഒരാൾ അദ്ദേഹത്തെ സമീപിച്ച് താൻ വലിയ ഒരു കൃത്യം നിർവഹിക്കുകയാണ് എന്ന മട്ടിൽ പറഞ്ഞു. ഇന്ന് സ്ത്രീയും പുരുഷനും ഈന്തപ്പന മരത്തിൻ്റെ മറവിൽ വെച്ച് പരസ്പരം ആലിംഗനം ചെയ്യുന്നത് ഞാൻ നേരിൽ കണ്ടിരുന്നു. ഇത് കേട്ട ഖലീഫ കോപാകുലനായി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് അവരോട് അല്പം ഗുണകാംക്ഷ പുലർത്തിയാൽ എന്താണ്? അവരെ ഉപദേശിക്കുകയും അവരുടെ കുറ്റം മറച്ചുവെക്കുകയും ചെയ്തുകൂടെ? അവർക്കെതിരെ പിശാചിൻ്റെ സഹായിയാകുന്നതിന് പകരം അവരുടെ പാപമോചനം പ്രതീക്ഷിച്ചുകൂടെ? ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ന്യൂനത മറച്ചുവെച്ചാൽ അള്ളാഹു അവൻ്റെ പോരായ്മ ഗോപ്യമാക്കി വെക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നിങ്ങളും കേട്ടിട്ടില്ലേ? ഇസ്ലാമിക നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വ്യക്തിയുടെ അഭിമാനത്തിൻ്റെ മാനദണ്ഡം അയാളുടെ സാമൂഹിക പദവിയോ സാമ്പത്തിക സ്ഥിതിയോ അല്ല. ഏതൊരു വ്യക്തിയുടെയും അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിന് മുറിവേൽപ്പിക്കാൻ ഇസ്ലാം ആരെയും അനുവദിക്കുന്നില്ല. അതിൽ വലിപ്പ വ്യത്യാസമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവേചനമോ ഇല്ല. തെറ്റു ചെയ്യാത്ത മനുഷ്യരില്ല. ആദമിൻ്റെ മക്കളെല്ലാം തന്നെ തെറ്റ് ചെയ്തവരാണ്. എന്നാൽ ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങാൻ അവന് അവസരമുണ്ട്. അതിന് വിഘാതമാണ് അവൻ്റെ അഭിമാനത്തെ പിച്ചിച്ചീന്തുന്ന വിധം ഊഹാപോഹങ്ങളും സംശയങ്ങളും വെച്ച് അവനെ ക്രൂശിക്കുകയും പരിഹസിക്കുകയും ആളുകൾക്കിടയിൽ വെച്ച് കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുക എന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളെ, ഒരു ജനവിഭാഗം മറ്റു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. ഇവർ അഥവാ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത്. ഇവർ അഥവാ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ മറ്റവരെക്കാൾ ഉത്തമരായേക്കാം. നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്. നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും അരുത്. സത്യവിശ്വാസം കൈക്കൊണ്ടതിനു ശേഷം വല്ലവരും പശ്ചാത്തപിക്കാത്ത പക്ഷം അത്തരക്കാർ തന്നെയാണ് അക്രമികൾ. സത്യവിശ്വാസികളെ, ഊഹത്തിൽ നിന്ന് മിക്കതും നിങ്ങൾ വെടിയുക. തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റമാകുന്നു. നിങ്ങൾ ചാരവൃത്തി നടത്തുകയും അരുത്. നിങ്ങളിൽ ചിലർ ചിലരെപ്പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചത് പറയുകയും അരുത്. തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ അതായത് ശവം തിന്നുന്നത് നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 10-12 വരികളാണിത്. അഭിമാനത്തിൻ്റെ പവിത്രതയാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഹോദരൻ്റെ അഭിമാനത്തെ ആരെങ്കിലും പ്രതിരോധിച്ചാൽ അന്ത്യനാളിൽ അള്ളാഹു അവൻ്റെ മുഖത്തു നിന്നും നരകത്തീയിനെ തുടക്കും. തിർമിദി. തൻ്റെ കുറവുകൾ കുമിഞ്ഞുകൂടിയിട്ടും മറ്റുള്ളവൻ്റെ കുറവുകൾ അന്വേഷിച്ച് യാത്രയിൽ തളരുന്നവരാണ് പലരും. വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലും ഇന്നിത് പ്രകടമാണ്. മതസംഘടനാ രംഗത്തേക്കും ഈ പ്രവണത ചേക്കേറിയെന്നുള്ളത് ഖേദകരമാണ്. വ്യക്തികളെ തേജോവധം ചെയ്യുന്നതിനായി പോക്സ്കോ കേസടക്കമുള്ള കള്ളക്കേസുകൾ കൊടുക്കുന്നവർ സമൂഹത്തിലുണ്ട്. പരീക്ഷ ഹാളിൽ കോപ്പിയടിക്കാൻ അനുവദിക്കാത്ത അധ്യാപകനെ പോക്സ്കോ കേസിൽ കുടുക്കിയ സംഭവം അടുത്ത കാലത്ത് നടന്നതാണ്. എത്ര ദുഷ്ടനായ മനുഷ്യനാണ് മരിച്ചതെങ്കിലും മരിച്ചതിനു ശേഷം പൊതുവെ അയാളെ ആരും മോശമാക്കി പറയാറില്ല. അത് ആദരവിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ യാതൊരു തരത്തിലുള്ള കളങ്കവുമില്ലാതെ സർവീസിൽ നിന്നും വിരമിക്കുന്നവരെ രാഷ്ട്രീയ പകപോക്കലിൻ്റെയോ മറ്റോ ഭാഗമായി കുത്തുവാക്കുകളാൽ നോവിച്ചുവിടുന്നത് വലിയ അപരാധം തന്നെയാണ്. ഒരു വാക്കുമതി അന്യൻ്റെ അഭിമാനത്തെ നശിപ്പിക്കാൻ. നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കാൻ പ്രയാസമായിരിക്കും.
ഇസ്ലാം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടാണ് ജനങ്ങളെ അറിയിക്കുന്നത്. സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും അവർ പ്രവർത്തിച്ചതല്ലാത്തതിൻ്റെ പേരിൽ ശല്യപ്പെടുത്തുന്നവരാകട്ടെ, അവർ അപരാധവും പ്രത്യക്ഷമായ കുറ്റവും സ്വയം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളെ തനിക്കിഷ്ടമല്ലാത്തവരെ അപമാനിക്കാനായി ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ ഇത്തരം തെറ്റുകളിൽ നിന്ന് മാറി നിന്നേ മതിയാകും. ഇസ്ലാമിക ശരീഅത്തിൽ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ പോലും വിശ്വസ്തരായ 4 സാക്ഷികളുടെ പിൻബലത്തിലേ നടപ്പാക്കാൻ പാടുള്ളൂ. ഗവർണർമാരെ നിശ്ചയിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിക്കാറുണ്ടായിരുന്നത്, ഞാൻ നിങ്ങളെ അക്രമികളും മർദ്ദകരുമായല്ല, ജനങ്ങളുടെ മാർഗദർശികളും നേതാക്കളുമായാണ് നിയോഗിക്കുന്നത്. ജനങ്ങളെ മർദ്ദിച്ചുകൊണ്ട് പതിതരും അഭിമാനവ്രണതരുമാകുന്നത് സൂക്ഷിച്ചുകൊള്ളുക എന്നായിരുന്നു. തെറ്റു ചെയ്യുന്നവരെ തന്മയത്വത്തോടെ ഗുണകാംക്ഷയോടെ ഉപദേശിച്ച് നന്നാക്കുവാനാണ് ശ്രമിക്കേണ്ടത്. സ്വന്തം തെറ്റിൽ നിന്ന് മുക്തമാകാൻ ആദ്യം തയ്യാറാകണം. നീ എവിടെയായിരുന്നാലും അള്ളാഹുവെ സൂക്ഷിക്കുക. തിന്മ ചെയ്തു പോയാൽ അതിനു പിറകെ നന്മ ചെയ്യുക. അത് തിന്മയെ മായ്ച്ചു കളയും. ജനങ്ങളോട് നല്ല സ്വഭാവത്തോടെ പെരുമാറുക. ഈ പ്രവാചക വചനം ഏറെ ചിന്തനീയമാണ്. പ്രിയ സുഹൃത്തുക്കളെ, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.